ഹലോ, നമസ്കാരം. ഭയങ്കര സ്നോ ആണ്, രക്ഷയില്ല കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് ഡിസംബർ മാസം കൂടെ ആയതുകൊണ്ട് ക്രിസ്മസ് അവധിക്കാലമായിട്ട് സ്നോ ഭയങ്കരമായിട്ട് കൂടി വരിക. പോട്ടെ. ഇന്നലെ ഒരു സുഹൃത്തെന്നെ വിളിച്ച് ചോദിച്ചു, സ്കാൻഡിനേവിയൻ കൺട്രിയിൽ എന്താണ് പ്രത്യേകത വരുന്നതുകൊണ്ട്, എന്താണ് ഗുണങ്ങൾ, എന്താണ് ദോഷങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്ത് പൈസ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ശമ്പളം ഉണ്ടെങ്കിൽ, രണ്ടുപേർക്കും, ഹസ്ബൻഡിനും വൈഫിനും, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ അത്യാവശ്യം ശമ്പളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ നാട് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ വെളിയിൽ വന്ന ഗുണമുള്ള സ്ഥലം സ്കാൻഡിനേവിയ നല്ലതാണെന്ന് ചോദിച്ചാൽ കുറേ രീതി നല്ലതാണ്, കുറേ രീതി മോശമാണ്. ഇപ്പം നല്ലതെന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി അടിപൊളിയാണെന്ന് പറയും. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ടാക്സ് 32% പോലെ 32% ടാക്സ് പോവും ശമ്പളത്തിൽ നിന്ന്. അപ്പോൾ കാണുന്ന ഫാൻസി ശമ്പളം നമുക്ക് കിട്ടില്ല. ഒന്ന്, പിന്നെ ഇവർ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ എല്ലാം ഫ്രീ ആണ്, മെഡിക്കൽ സൗകര്യം ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാലും ഒന്നും ഫ്രീ അല്ല. അതായത് ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുക്ക പോവുകയാണെങ്കിൽ നമുക്ക് ബില്ല് വരും. നമുക്ക് നമ്മുടേതായ രോഗം, വലിയ രോഗം വന്ന് നമ്മൾ അഡ്മിറ്റ് ആണെങ്കിൽ മാത്രമേ ഫ്രീ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളൊരു ചെക്കപ്പിന് പോവുകയാണെങ്കിൽ അതിന് പോലും, നമ്മളായിട്ടൊരു ചെക്കപ്പിന് പോവുകയാണെങ്കിൽ അതിന് പോലും ഒരു ഫീ എടുക്കും. അപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ചുമ്മാതാണ്. പിന്നെ ഒരു ലിമിറ്റിനപ്പുറം, ഒരു ലിമിറ്റ് എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊരു ടാപ്പിംഗ് എമൗണ്ടൊക്കെ അല്ല, നിങ്ങൾ പറഞ്ഞാലെല്ലാം ഫുള്ളായിട്ട് ഫ്രീ അല്ല. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കുട്ടികൾക്ക് ഒരു എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും എല്ലാ മാസവും ഓരോ കുട്ടികൾക്ക്. പക്ഷേ ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫിനും ജോലിയുണ്ട്, ശമ്പളം ഉണ്ടെങ്കിൽ ഒരു ശമ്പളത്തെ അനുസരിച്ച് നമ്മൾ ഫീസും സ്കൂളിൽ അടയ്ക്കണം. അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ബില്ല് വരും ഫീസിനും. അതായത് ഒന്നും ഫ്രീ അല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് എഡ്യൂക്കേഷനും ഗവൺമെൻറ്റും നമ്മുടെ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയോ അത് ഏകദേശം ഫ്രീ ആണ്. അത്ര ഫ്രീ പോലും ഇവിടെ ഇല്ല. പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ ലൈഫ് കുറച്ചുകൂടെ സമാധാനമുള്ള ലൈഫായിരിക്കും. അതായത് കൂടുതൽ ആൾക്കാരൊന്നും പരിസരത്ത് കാണത്തില്ല, ഒറ്റപ്പെടലായിരിക്കും. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇവിടെ ഒതുങ്ങിയല്ലായും ജീവിക്കുന്നത്. കൊതുകിങ്ങനെ തമ്മിൽ ഡിസ്റ്റർബ് ചെയ്യുക ആവശ്യം, ആരും ഇടപെടാറില്ല. അപ്പോൾ സമാധാനമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ വലിയ പോസിറ്റീവ് സംഭവമില്ല, വലിയ നെഗറ്റീവ് ഇല്ല. ശമ്പളം ഉള്ളത് കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം. അല്ല പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഉത്തരം തരാനായിട്ട് എനിക്ക് അറിയില്ല. എല്ലാവരും ചോദിക്കുന്ന ഉത്തരം ഞാൻ എങ്ങനെ കൊടുക്കാൻ എനിക്കറിയില്ല. ഇപ്പം ഈ കാണുന്ന സൗന്ദര്യം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ, അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല ജോലി എടുക്കാൻ നല്ല ശമ്പളം നാട്ടിലുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല ശമ്പളം നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ തന്നെ സ്റ്റിക്കാവുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ റെഡിയാണ് ഈ റിസ്ക് എടുക്കാനും, ക്ലൈമറ്റ് വൈസും ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺട്രി നല്ലതാണ്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് സ്കാൻഡിനേവിയൻ കൺട്രീസായ ഫിൻലാൻഡോ, സ്വീഡനോ, ഡെൻമാർക്കോ ഒക്കെ. പിന്നെ സ്വീഡൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ സ്വീഡൻ കുറച്ചുകൂടെ ഈസി വിസ പ്രൊസീജിയറാണ് കമ്പയർ ടു ഡെൻമാർക്ക്, ഫിൻലാൻഡ്. അപ്പം നോർവേ ആൻഡ് ഫിൻലാൻഡിനെക്കാട്ടിൽ ഇച്ചിരി ഈസിയാണ്. 4 സ്കാൻഡിനേവിയൻ കൺട്രിയുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള വിസ പ്രോസസ്സിംഗ് ഉള്ളത് സ്വീഡനാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എളുപ്പം വന്നെത്താൻ പറ്റുന്ന സ്ഥലം സ്വീഡനാണ്. പിന്നെ ഈ പറഞ്ഞുകൊണ്ടാണ്, തണുപ്പാണ്, ചിന്തിക്കുക, എന്തിനും ഇറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം എപ്പോഴും ചിന്തിച്ച കാര്യങ്ങൾ ചെയ്യുക. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 4-5 വർഷമായി. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇവിടെ അത്ര സുഖമുള്ള ജീവിതമല്ല. കാണുന്ന ഭംഗിയും ഫോട്ടോ ഇടുന്ന ഭംഗിയും മാത്രമേ യൂറോപ്പിലുള്ളൂ. ജീവിത ഭംഗി അത്ര പോരാ. കൊള്ളാം, നമ്മൾ വലിയ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുമ്പോൾ ഈസ് ലിവിങ് എ ഗുഡ് ലൈഫ്, അടിപൊളി ലൈഫാണ് ജീവിക്കുന്നതൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല. നമ്മുടെ നാട്ടിനെക്കാട്ടിലും കഷ്ടപ്പാടുള്ള സ്ഥലമാണ് എന്തുകൊണ്ടും. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ 2-3 ദിവസം എൻജോയ് കാണും, കുടുംബക്കാർ കാണും, ഉത്സവങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാണും ജീവിക്കാൻ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നു, വരുന്നു, വീട്ടിലിരിക്കുന്നു. ഫാമിലി ഉള്ളതുകൊണ്ട്, കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് അവരോട് എൻജോയ് ചെയ്യാം. പിന്നെ 2-3 ഫോട്ടോ ഇട്ട് നാട്ടുകാരെ കാണിക്കാം വെളിയിലാണെന്നുള്ളത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റും ശരി എനിക്കറിയില്ല. എൻ്റെ പറയാനുള്ള ഉത്തരം ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഓക്കെ.